ഞങ്ങളെ കാണുമ്പോൾ ആൾക്കാർ പറയാറുള്ളത് നിങ്ങൾ ഭയങ്കര കെമിസ്ട്രിയാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ വലിയ കെമിസ്ട്രി ഒന്നുമില്ല. എൻ്റെ ഒരു സ്വഭാവവും പിഷാരുടെ സ്വഭാവമായിട്ട് വളരെ വ്യത്യാസമുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന കറി ആയിരിക്കില്ല അവന് ഇഷ്ടപ്പെടുന്ന കറി. ഞങ്ങളുടെ വേഷവിധാനം തന്നെ അവൻ്റെ ഒരു ടേസ്റ്റ് അല്ല എൻ്റെ ടേസ്റ്റ്. പക്ഷെ എന്തോ പോസിറ്റീവും നെഗറ്റീവും കൂടി കൂടിയപ്പോൾ ബൾബ് കത്തി എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ഒരു കൂട്ടം. മനസ്സിന്റെ ഒരു ഇണക്കമാണോ? അതാണ്. അങ്ങനെ ഇതുവരെ വഴക്കിടേണ്ടി വന്നിട്ടില്ല. ഇതുവരെ വഴക്കിട്ടിട്ടില്ല. ഇതുവരെ വഴക്കിട്ടില്ല. നമ്മൾ പറഞ്ഞില്ല, ഞങ്ങൾ ഇതുവരെ കാര്യമായ വഴക്കുകൾ ഇട്ടിട്ടില്ല. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ എത്ര ചേർച്ചയില്ലെങ്കിലും ഞങ്ങൾക്ക് തമ്മിൽ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂർ കണക്കിന് കുറ്റം പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമായിരുന്നു. ധർമ്മജൻ ഇപ്പൊ പറഞ്ഞില്ലേ നെഗറ്റീവും പോസിറ്റീവിനെ കുറിച്ച്. ശരിക്കും ധർമ്മജൻ പോസിറ്റീവും പിഷാരൻ നെഗറ്റീവ് എന്നാണ് ഉദ്ദേശിച്ചത്. അടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കുണ്ടാക്കാനായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ആ പരിപാടി നടക്കൂല. എന്തായാലും ഞാൻ ബി പോസിറ്റീവാണ്. അതിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണ് ധർമ്മന്റെ. ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് പോകുന്ന ഒരു സമയത്ത് രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ രാത്രി വോൾവോ ബസ്സിന് പോയി തുടങ്ങി. പിന്നെ വോൾവോ ബസ്സിന് പോയി തുടങ്ങി കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ രാത്രി ഒരു 2 മണിക്കോ 3 മണിക്കോ ഒക്കെ എത്തിയ പിന്നെ ഒരു 9 മണിക്കൊക്കെയാണ് ഷൂട്ടിങ്. ഈ ഒരു 4 മണിക്കൂർ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നൊരു ഉറക്കം ഉണ്ടായിരുന്നു. ഏകദേശം 5-6 വർഷം ഇവന് ഞാനും കൂടെ. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാര്യമാരെ കൂടി കിടന്നേക്കാളും കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, ഇഷ്ടമില്ലാത്തൊരു കാര്യം? ധർമ്മജനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ധർമ്മജൻ ഒന്നും അങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ച് പെരുമാറുന്ന ഒരാളല്ല. തോന്നുന്നത് അപ്പം തന്നെ പറയും, അപ്പം തന്നെ ചെയ്യും എന്നുള്ളതാണ് ധർമ്മജന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വളരെ സിൻസിയറാണ്. ധർമ്മനെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് കുഴപ്പക്കാരനാണെന്നൊക്കെ ചിലർക്കൊക്കെ തോന്നും, അങ്ങനെ പറഞ്ഞവരുണ്ട്. പക്ഷേ ഇന്നർ പേഴ്സണലായിട്ട് വളരെ മര്യാദയുള്ള, വളരെ സിൻസിയർ ആയിട്ടുള്ള. അതിന് ഏറ്റവും മകുടോദാഹരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനില്ലാത്ത സമയത്ത് ധർമ്മജനോട് ആരെങ്കിലും എന്നെ പറ്റി കുറ്റം പറഞ്ഞാൽ ധർമ്മനെ സമ്മതിക്കില്ല. തിരിച്ചും ചില ആൾക്കാർ അങ്ങനെ പറയുമല്ലോ, വന്നിട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഇതുവരെ എത്ര വലിയ ആൾ പറഞ്ഞാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഓട്ടോമാറ്റിക്കലി ബോധപൂർവ്വം ചെയ്യുന്നതല്ലാതെ സമ്മതിക്കാറില്ല. ധർമ്മനെ പറ്റി എന്നോട് വന്ന് പറഞ്ഞാൽ ഞാനും എതിർക്കാറുണ്ട്, എന്നെ പറ്റി അവനോട് പറഞ്ഞാൽ അവനും എതിർക്കാറുണ്ട്. അങ്ങനെ ഒരു സിൻസിയർ ആയിട്ടുള്ള മനുഷ്യനാണ് ധർമ്മജൻ. എനിക്ക് പിഷുവിൻ്റെ കയ്യിൽ തോന്നിയിട്ടുള്ളത് ഭയങ്കര കൃത്യനിഷ്ഠയാണ്, ഭയങ്കര ഓർമ്മശക്തിയാണ്. ഒരു സ്ഥലത്ത് 10 മണിക്ക് എത്താമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് എത്തിയിരിക്കും. ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും. അത് അതിന് ഒരു താമസം വെക്കലില്ല. ഏറ്റാൽ ഏറ്റതാണ്, ചെയ്തിരിക്കും. അതാണ് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ എനിക്ക് അത്രയ്ക്ക് വലിയ ഓർമ്മശക്തി ഇല്ലാത്ത ആളാണ്. ഷാരടിക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു കോമഡി അവിടെ പറയണമെന്നുള്ളത് എടുത്തു വെച്ചിട്ടുണ്ടാവും. അത് തലേന്ന് നാവിൻ്റെ തുമ്പിലേക്ക് വരേണ്ട താമസമുള്ളൂ. അത്രയും പെട്ടെന്ന് ഒരു കൗണ്ടർ അടിക്കാനൊക്കെയുള്ള കഴിവുകൾ, അതാണ് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അത് ഞങ്ങൾ ഉണ്ടായ ഷോയിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇപ്പോൾ ഡയാന ഒരു കാര്യം പറയണമെങ്കിൽ അതിൻ്റെ കൗണ്ടർ ആലോചിച്ചപ്പോൾ തന്നെ തലേന്ന് എടുത്ത് നേരെ നാവിലേക്ക് ഇട്ടിട്ട് പ്രസന്റ് ചെയ്യും. അതൊരു വലിയ കഴിവ്. ഈ സന്ദർഭത്തിൽ ഒരു അനുഭവം പറഞ്ഞില്ല. ഞാൻ ധർമ്മനും കൂടെ ഒരു മുറിയിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പൊതു സുഹൃത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും. വെറുതെ ഒക്കെ വിളിച്ച് സംസാരിക്കുന്ന ഞങ്ങൾക്ക് 2 പേർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഒരു ദിവസം ഞാനും ധർമ്മനും ഒന്നിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം വിളിച്ചു. അപ്പോൾ സ്പീക്കർ ഇട്ടേക്കാണ്. ഞാൻ സ്പീക്കർ ഇട്ട് വിളിച്ചിട്ട് പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റൂമിലിരിക്കുകയാണ്. ധർമ്മജൻ ചേട്ടൻ എവിടെ ഉണ്ട്? അവനെ പറ്റി എന്നോട് മിണ്ടരുത്, വെറുതെ പറഞ്ഞു. ഉണ്ട് പുള്ളി നേട്ടാ അല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും നാൾ ഞങ്ങൾ ഒന്നിച്ച് കിടന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൻ്റെ ഒരു വർത്താനം ഉണ്ടായിരുന്നു. അവനൊരു വലിയ വർത്താനം, അവനെ എന്നെ വളർത്തിയെന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് നടക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്കത് തീരെ പിടിച്ചില്ല. ഞങ്ങൾ അതിൻ്റെ പേരിൽ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ ഉടനെ പുള്ളി അപ്പുറന്ന് അതെന്ത് വർത്താനാണ് പുള്ളി പറഞ്ഞത്? രമേശ് ചേട്ടനല്ലേ പുള്ളീനെ ആദ്യം കൊണ്ടുവന്നതും ഒന്നിച്ചൊരു പരിപാടി ചെയ്തുകൊണ്ട് പുള്ളി അങ്ങനെ വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ലെന്നൊക്കെ എന്നോട് കുറേ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ എനിക്ക് ഫോൺ വരുന്നു. ഉടനെ ചേട്ടാ എവിടെ ഉണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വേറെ സ്ഥലത്ത് നിൽക്കണേണ്. പിഷാരടി എവിടെ ഉണ്ട്? പിഷാരനെ പറ്റി എന്നോട് ചോദിക്കാനൊന്നും വേണ്ട, അവൻ്റെ കാര്യം എന്നോട് പറയാൻ വേണ്ട. അവനിപ്പോൾ ഇത്തിരി ജാടയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനായിട്ട് ഇപ്പോൾ അധികം വലിയ സംസാരമൊന്നുമില്ല, വിളിയും പറച്ചിലൊന്നുമില്ല. അങ്ങനെ അതെന്തോ ഒരു നിങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നില്ല, പിന്നെ എന്താ ഇങ്ങനെ വഴക്കിടാൻ? ചേട്ടനില്ലായിരുന്നെങ്കിൽ അവനൊന്നും ആവൂല്ലല്ലോ. അതെ, ചേട്ടനില്ലായിരുന്നെങ്കിൽ പിഷാരടി അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. പിന്നെന്താ ഒരു ചേട്ടനല്ല അതിൻ്റെ ഒരു വലിയ ഘടകം എന്ന് പറയണത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കിടണം? ആ പുള്ളി അങ്ങനെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. ആ പുള്ളിനൊന്ന് കണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞാൽ ഞാൻ പ്രശ്നം തീർക്കുന്ന പരിപാടിയില്ല, ഞാനിനി അവനായിട്ട് ഇതില്ല. അടുത്ത എപ്പിസോഡ് എന്നാ ചേട്ടാ? അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയാണ്. എന്നൊരു കാര്യം ചെയ്യാം, എന്തായാലും പിഷാരടി ചേട്ടനില്ലല്ലോ, ഞാൻ വന്നാലോ? ഇത് രണ്ടും ഞങ്ങൾ ഒരു റൂമിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും
ലൗഡ് സ്പീക്കറിട്ട് കേൾക്കുക. നമ്മൾ ഈ ഒരു കോണ്ടസ്റ്റിൽ പറയണം, അതായത് ഒരു ഉദാഹരണത്തിന് രാജീവ് ഗാന്ധിയെ വധിച്ച ആൾക്ക് രാജീവ് ഗാന്ധിയുമായിട്ട് ഒരു വ്യക്തിപരമായ വിദ്വേഷമല്ല, മറ്റു പല കാരണങ്ങളാണ്. അപ്പം നമ്മൾക്കൊരു ബലമുള്ള ആൾക്ക് നിങ്ങളെ ശാരീരികമായി കീഴ്പ്പെടുത്താം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളെക്കാൾ ബലമുള്ള ആൾക്കും ഇല്ലാത്ത ആൾക്കും സ്വാധീനിക്കാൻ പറ്റും. നമ്മളോട് പലരും വന്ന് പലരെ പറ്റി പറയും, പല തരത്തിൽ പറയും. നമ്മളുടെ മനസ്സിൽ മറ്റൊരാളെ പറ്റി ഉണ്ടാകുന്ന ഇമേജുകൾ വേറൊരാൾ പറയുന്നത് കേട്ടതാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വഭാവം മാറിപ്പോവും. നമ്മൾ ഫിക്സ് ചെയ്യണം നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറി, ഒരാൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വേറൊരാൾ ഒരുപാട് പറഞ്ഞു കേൾക്കാൻ നിന്നാൽ അത് അവൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. പല സൗഹൃദങ്ങളും നശിക്കുന്നതിനകത്ത് മൂന്നാമതൊരു ശക്തിക്ക് വലിയ പങ്കുണ്ട്. സൗഹൃദങ്ങളിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞു തീർക്കുക, മൂന്നാമതൊരാളെ ഇടപെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുന്നത്.